47-ാം ദിനം ഉയിർപ്പ്, ദ ഇൻ്റഗ്രേറ്റഡ് സെൽഫ്, ന്യൂ ലൈഫ്, പുതിയ ജീവിതം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം, അവിടുന്ന് ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ ഉയർപ്പിക്കപ്പെട്ടു. ഭയത്തെയും മരണത്തെയും കീഴടക്കി യേശു പുതിയൊരു ശരീരത്തിൽ പ്രത്യാശയായി മാറുന്ന നിമിഷം. ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. അല്പം മനഃശാസ്ത്രം. സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് വോൾനെസ്, പൂർണ്ണത. പഴയ മുറിവുകളും പരാജയങ്ങളും മായ്ച്ചു കളയുകയല്ല, മറിച്ച് അവയെ കൂടി ഉൾക്കൊള്ളുന്ന കരുത്തുള്ള പുതിയൊരു വ്യക്തിത്വമായി മാറുന്ന അവസ്ഥയാണ് ഇത്. ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. വേദനകളിൽ നിന്ന് തകർന്നു പോകാതെ അതിനെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റി ഫ്ലറിഷിംഗ് എന്ന മാനസിക അവസ്ഥയിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഉയർപ്പ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം AI അധിഷ്ഠിത സ്റ്റെം സെൽ തെറാപ്പിയിലും ജീൻ തെറാപ്പിയിലും ലോകം വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. തകരാറിലായ കോശങ്ങളെയും അവയവങ്ങളെയും ശരീരത്തിന് തന്നെ സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുന്ന വിദ്യകൾ ഇന്ന് യഥാർത്ഥമായി മാറുകയാണ്. ശാസ്ത്രം ശരീരത്തിന് നൽകുന്ന ഈ പുതിയ ജീവിതം ആത്മീയമായി നമുക്ക് ലഭിക്കുന്ന ഉയർപ്പിൻ്റെ പ്രായോഗിക ഉദാഹരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുകയാണ്. എ ന്യൂ ലൈഫ് ഗോൾ. ഇതുവരെ അസാധ്യമെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യത്തിന് ഇന്നു മുതൽ ജീവൻ നൽകുക. ഉയർപ്പിൻ്റെ സന്ദേശം അതാണ്. നിങ്ങളുടെ പഴയ പരാജയങ്ങളെ നിങ്ങളുടെ വിജയത്തിൻ്റെ അടയാളമായി കാണാൻ തുടങ്ങുക. ഒരു ന്യൂ ലൈഫ് പ്ലാൻ ഡയറിയിൽ കുറിക്കുക. റിസോർത്തോ എന്നത് ഒരു മനഃശാസ്ത്ര വചന ബന്ധിത യാത്രയായിരുന്നു ഈ നോയമ്പ് കാലത്തിൽ. ഇതിനെ നല്ല മനസ്സോടെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും ഈ സമയം നന്ദി അർപ്പിക്കുകയാണ്. റിസോർത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർപ്പ് എന്ന് തന്നെയാണ്. ഇന്ന് നാം ഈ ഉയർപ്പ് തിരുനാളിൽ എത്തി നിൽക്കുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ മുന്നേറിയ നിമിഷങ്ങളെ ഓർത്ത് നിങ്ങൾക്കും ദൈവത്തിനും നന്ദി പറയുന്നു. നല്ല വാക്കുകൾക്കും പ്രോത്സാഹനത്തിനും എല്ലാവർക്കും നന്ദി. ഉയർപ്പിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.